ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 4 ആണ്. ഇതിൽ മെയിനായിട്ട് കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ രതീഷ് നൈസായിട്ട് ഇറങ്ങിപ്പോണ ഒരു സീനുണ്ട്. പ്രൊമോയിൽ അത് കാണിച്ചിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ കാണാൻ പോയത്. പക്ഷേ എനിക്കറിയാം അങ്ങനെ ഇറങ്ങി പോവൊന്നുമില്ല. അങ്ങനെ ചുമ്മാ ഇറങ്ങി പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സുരേഷ് ഹഗ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സുരേഷ് രതീഷിനോട് പറഞ്ഞു ഇങ്ങനെ ഹഗ് ചെയ്യാൻ പാടില്ല, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതിനാണ് ഇത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞ വേറെ ആരെയും കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് രമേശ് പറഞ്ഞു. അപ്പോൾ സുരേഷ് പറഞ്ഞു അല്ല ഇതിൻ്റെതാണ്, ഞാൻ പറഞ്ഞതാണ്, എനിക്ക് വേറെ ആരും പറയിക്കേണ്ട ആവശ്യമില്ല, വേറെ ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന്. സംഭവം നൈസായിട്ട് ജാൻ ഇന്നലെ ഒരു സീൻ വന്നിരുന്നു. അത് തിരിച്ച് സുരേഷ് പണി കൊടുത്താണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷേ രതീഷ് പറയുക അല്ല നിങ്ങളെ ഞാൻ ഏട്ടനെ പോലെ കണ്ട് ജാനിതൊക്കെ ഇതേ സംഭവങ്ങൾ ജാൻ പറയുമ്പോൾ ഇയാൾക്ക് അതൊന്നും പറ്റൂല, ജാൻ സോറി പറഞ്ഞേ പറ്റൂ ആ ഒരു രീതിയിലായിരുന്നു ഇന്നലെ ഇയാൾ. പക്ഷേ ഇന്ന് ഇയാൾക്ക് ആ ഒരു അവസ്ഥ വന്നപ്പോൾ ഇയാൾ തപ്പിക്കളിക്കുക, ഒരുമാതിരി കളി കളിക്കുക. അത് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പവർ ടീമിൻ്റെ ഒരു സീന് പറയുന്നത്. ബിഗ് ബോസ് എല്ലാവരും കൂട്ടി വിളിച്ച് പവർ ടീമിൻ്റെ കാര്യം പറയുന്നത്. അതായത് പവർ ടീം അത്ര പോരാ, അത് ഇന്നലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തു, പവർ ടീം അത്ര പോരാ. അപ്പോൾ ബിഗ് ബോസ് അത് പറയുകയും ചെയ്തു. അപ്പോൾ പവർ ടീമിനെ മാറ്റാൻ വേണ്ടിയിട്ടൊരു സംഭവം വരുന്നുണ്ട്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ടാസ്കിൻ്റെ മുന്നെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഏത് ഇങ്ങനെ ഇറങ്ങി പോരുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടാസ്കിൻ്റെ ഈ ടാസ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട മുന്നേയൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് രതീഷ് ബ്രൂ തിരിച്ചു വന്നു, ഉറപ്പാണ് ഷുവറായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് വെറുതെ പട്ടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, ഒന്നും നടന്നില്ല. എൻ്റെ പൊന്നെ നാറി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നാറ്റം, എൻ്റെ പൊന്നെ അങ്ങനെ ഇലിഞ്ഞ് പണ്ടരാവെന്ന് പറയുന്നത് അതാണ്. അത് കാണാൻ സീര് കാണണം, എൻ്റെ പൊന്ന് നമുക്കൊരു സന്തോഷമാണ് അവിടെ, എന്താറില്ല ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഈ പവർ ടീമിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം വരുന്നുണ്ട് കറക്ക് പുറത്ത്. എന്താണെന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ട് ഒരു 3 ടീമുണ്ട്, അതായത് പവർ ടീം അല്ലാതെ 3 ടീമുണ്ട്. ഈ 3 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് അവരിലൊരാൾ ജയിച്ചിട്ട് അവർ പവർ ടീമായിട്ട് ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, ഈ ഡിബേറ്റ് നടത്തുക, അതായത് ഞങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് സംസാരിക്കുക. 2 മിനിറ്റ് ടൈം തരും. ബസർ അടിയുന്നതിന് മുന്നേ അവരുടെ കാര്യങ്ങൾ, അവർ പവർ ടീം ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അതായത് പൊളിറ്റിക്സിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഈ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റത്തെ 3 ടീം അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത് ബിഗ് ബോസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 2 ആൾ ഉണ്ടാവും. ഈ 2 ആളിൽ ഒരാളെ പുറത്താക്കും. അത് കഴിഞ്ഞിട്ട് 2 ആളുണ്ടാവും. ഈ 2 ആളിൽ ഈ പുറത്താക്കിയ ആളായിരിക്കും എന്ത് ചെയ്യേണ്ടത്, മറ്റവരെ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കളി വരുന്നത്. അപ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ ഈ നെക്സ്റ്റ് ടീം സംസാരിച്ചു, സിജോ അടിപൊളിയായിട്ട് സംസാരിച്ചു, എന്ത് കിട്ടിലാണ്. പിന്നെ ശരണ്യ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാനുള്ളൂ, നെക്സ്റ്റ് ടീമിനെയാണ് എനിക്ക് കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ ഡെന്നായിരുന്നു സംസാരിച്ചതെന്ന് തോന്നുന്നു. ഡെന്നിൻ്റെ അപ്സര നല്ല സംസാരിക്കുന്നുണ്ട്, പക്ഷെ അപ്സര തൊട്ടേനും പിടിച്ചതിനും കാര്യങ്ങൾ. പിന്നെ വേറെ ഡെന്നിൽ അൻഷിബ ഉണ്ട്. അൻഷിബ എന്ത് ഒരു സുഖമില്ല, എന്തോ ഒരു ആ ഒരു ഗെയിമറിനെ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അൻഷിബ എന്തിന് കൊള്ളും എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായി. ഈവൻ പവർ ടീം ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അൻഷിബ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി പവർ ടീമിൽ കയറണമെന്ന് ഒരാഗ്രഹവും ഇല്ല എനിക്ക്. അത് ഭയങ്കര പൂർവ്വമാണ്. പിന്നെ മുടിയനും റോക്കി കോമഡിയാണ്. റോക്കി ഒരു പാവാണ്. എനിക്ക് റോക്കിയിലൊരു റോക്കി എന്നുള്ള ഫീലില്ല, അതെനിക്ക് തോന്നില്ല. ഒരു മൂപ്പരങ്ങനെ വലിയ സീനൊന്നും ആക്കൂല എന്നുള്ള ആ ഒരു മൈൻഡില്ല. ഞാൻ വെച്ചു റോക്കി കട്ട സീന് ചെങ്ങായിരിക്കും. അത് ഫസ്റ്റ് ആ എപ്പിസോഡ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് ടണലാണ് സംസാരിച്ചത്. ടണലിൽ ജാസ്മിന് രതീഷാണ്. എൻ്റെ പൊന്നെ കോമഡി, രതീഷിനെ സംസാരിക്കാനേ വിടുന്നില്ല. ജാസ്മിൻ ഇങ്ങനെ പൊട്ടാന്നാണ് ജാസ്മിൻ കത്തി കീറുക. റഷ്മി എന്ന് പറഞ്ഞ പെണ്ണും സംസാരിക്കുന്നുണ്ട്. പിന്നെ ജിൻഡോ അത് കോമഡി പീസാണ്. അത് എന്താ ആ ഒരു കളിയഷ്ട, അതൊരു കിളിയാണ്, പോയിക്കണ്. ഒരു ഗെയിമറല്ല, ഒരു നല്ലൊരു ഗെയിമറല്ല. രതീഷ് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സൊറയാണ്. രതീഷിന് എന്നാലും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവരെ ഈ 4 ആളും കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കോമഡി പീസായിട്ട് തോന്നും. നമുക്കിങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. ഒരു പവർ പോയിട്ട് ഒരു തേങ്ങ അവർക്ക് കൊടുക്കാൻ തോന്നൂല നമുക്ക്. അങ്ങനത്തെ രീതിയിലാണ്. ഒരു ഐക്യമല്ല ഇവർ തമ്മിൽ. ഇവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് തപ്പിക്കളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ആരെ സെലക്ട് ചെയ്യുക, നെസ്റ്റിനും ഡെന്നിനാണ് സെലക്ട് ചെയ്യുക. അങ്ങനെ നെസ്റ്റിനും ഡെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രണ്ടാമത്തെ പ്ലെയർ നെസ്റ്റിനും ഡെന്നാണ് സംസാരിച്ചത്. ഈ നെസ്റ്റും ഡെന്നും സംസാരിച്ചാലും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെസ്റ്റിൽ സിജോ സംസാരിച്ചതാണ്. അത് നല്ല രീതിയിലാണ് സംസാരിച്ചത്, നല്ല വൃത്തിക്കാണ് സംസാരിച്ചതൊക്കെ. പക്ഷേ അതിൽ നോറ കോമഡി കേട്ടോ. നോറയ്ക്ക് ഒരു അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. നോറ എന്തിനാ ഗെയിം കളിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. വെറുതെ പോയിട്ട് അവിടെ പോയി കരയാൻ.
അതും ഇത് പറഞ്ഞൊരു കരയുക. അതായത് അതൊന്നും അപ്പുറത്ത് വേറൊരാൾ പോയിട്ട് മോളെ ജി കരയില്ല കേട്ടോ, ഇങ്ങനെയൊന്നും കരയില്ലെന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കൊന്നുമില്ല. ഇത് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം. അങ്ങനത്തെ ഒരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് ഈ കുട്ടിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ അത് മനസ്സിലാവുന്നില്ല. അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയതാ. എന്തൊരു കഷ്ടല്ലേ. ആ ടീമിൽ ആ ഒരു സുഖമില്ല. പിന്നെ അങ്ങനെ ടണല് ജഡ്ജായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ജഡ്ജായി നിന്നതിൽ നെസ്റ്റ് വേണോ ഡെന്ന് വേണോ എന്നുള്ള അവരുടെ സംസാരത്തിൽ അവർ ചൂസ് ചെയ്യാണ്. അങ്ങനെ അവർ ചൂസ് ചെയ്ത കോമഡിയാണ്. രശ്മിന് നെസ്റ്റിന് ചൂസ് ചെയ്തത്. അപ്പം സ്പോട്ടിൽ മറ്റേ രതീഷികനെ എന്തോ സിജോനെ പേടിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ മറ്റവരെയാണ് ചൂസ് ചെയ്തത്. റോക്കിൻ്റെ ടീമിനെ ഡെന്നിനെയാണ് ചൂസ് ചെയ്തത്, ആര് രതീഷ്. പക്ഷേ ജാസ്മിനും നെസ്റ്റിനെ ചൂസ് ചെയ്തു. ഓഫ് കോഴ്സ് നമുക്ക് ആ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ, അവരെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നെസ്റ്റിനെ ചൂസ് ചെയ്യാനേ നമുക്ക് തോന്നുള്ളൂ. രതീഷ് എന്നിട്ട് അതിനെതിരെ നിന്ന് പിന്നെ ജിൻഡോനോട് ചോദിച്ചു. അപ്പോൾ ഏറ്റവും മെജോറിറ്റി ഏതാണെന്നല്ല നോക്കുക. അപ്പോൾ രതീഷ് ഇതും പറഞ്ഞപ്പോൾ മറ്റൊരു രണ്ടാളും വേറെയും പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു കച്ചറുണ്ടായി. അതിൽ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഭയങ്കര കച്ചറുണ്ടായി. രതീഷ് എമ്മാരി വെറുപ്പിക്കലാണ്. അയാൾക്കൊരു വില്ലൻ ക്യാരക്ടറായിട്ട് നിൽക്കണം. പക്ഷെ വില്ലനല്ല, ഒരു വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അപ്പോൾ ജിൻഡോനോട് ചോദിച്ചു. ഇവർ രണ്ടാളും ഇപ്പോൾ ജിൻഡോ ആര് പറയുന്നു അവിടെ ആയിരിക്കും കളി മാറുക. അപ്പോൾ ജിൻഡോ എനിക്കൊന്ന് ആലോചിക്കണം, എണീപ്പിക്കല്ലേ, ഞാൻ ആലോചിക്കല്ലേ. നെസ്റ്റിന് ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ചെങ്ങായിയാവും. മൂപ്പരെന്തോ ഏതോ ലോകത്താണ്. മൂപ്പരേടെയോ ആണ്. മൂപ്പരീടെന്നല്ല. അതാണ് വേറെ കോമഡി. അപ്പം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ജാസ്മിനും ഗബ്രിയായിട്ട് സംസാരിക്കുന്നത് ലാസ്റ്റ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഗൈസ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? അല്ല, അവർ സംസാരിക്കുന്നതല്ല, ലാസ്റ്റിലേക്ക് അങ്ങനെ കാണിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? നമ്മൾ ലൈക്ക് ഇവർ തമ്മിൽ തെറ്റാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും അവർ നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല. അതാണ് ഈ ബിഗ് ബോസിൻ്റെ കുഴപ്പം. നൈസായിട്ട് നമ്മളെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലോ, അല്ലേ? ഈ ലവേഴ്സ് ആണോ? നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ ഓക്കെ ബൈ.